ഹലോ ഗായ്സ്, മൈൻക്രാഫ്റ്റിൽ നമ്മളിന്ന് മൈൻ ചെയ്യാൻ പോവുകയാണ്. നമ്മളിന്ന് കോപ്പറും അയണും ഗോൾഡും ഒരു 20-30 മിനിറ്റ് വീതം ഓരോന്നും മൈൻ ചെയ്തിട്ട് എത്രത്തോളം കോപ്പറും എത്രത്തോളം അയണും അതുപോലെ തന്നെ എത്രത്തോളം ഗോൾഡും കിട്ടുമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ നമ്മുടെ ബേസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇത് ഫ്രണ്ടിൽ കാണുമ്പോൾ ഒരു 3 ഫെൻസ് ഗേറ്റ് വെച്ചിട്ടുണ്ട്, മോബ്സ് ഒന്നും വരണ്ട വെച്ചിട്ട്. പിന്നെ അതുമാതിരി പ്രഷർ പ്ലേറ്റും. പിന്നെ നമ്മുടെ മൈനിങ് ഏരിയയിലേക്ക് പോകുന്ന പാത്ത് അവിടെ നിന്ന് മാറ്റി നേരെ ഈ മൂലൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള റിസോഴ്സൊക്കെ നമ്മൾ ഓൾറെഡി ഉണ്ട്, നമ്മളെടുത്തുണ്ട് ടോർച്ച് ഇതൊക്കെ. പിന്നെ അയൺ പിക്കാക്സിന് വേണ്ടിയുള്ള അയൺ ഇവിടെ ഓൾറെഡി നമ്മളെടുത്തുണ്ട്, 63 ഉണ്ട്. ആദ്യം ഇത് വെച്ച് നമുക്കൊരു സോഡും ഇതേമാതിരി ഒരു ഷീൽഡും ഉണ്ടാക്കണം. അപ്പോൾ ഒരു സോഡ് ആദ്യം ഉണ്ടാക്കാം. ഇനി അതേപോലെ തന്നെ ഒരു ഷീൽഡും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അയൺ കൊണ്ട് 60 ഉണ്ട്. അപ്പോൾ നമുക്കൊരു 20 പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കാം. ആദ്യം 1 2 3 4 5 6 7 8 മതി. ആദ്യം അയൺ വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ 8 പിക്കാക്സ് വെച്ച് കണ്ട് ആദ്യം നമുക്ക് നോക്കാം എത്രത്തോളം പോകുന്നു. അപ്പോൾ നമുക്കിനി മൈൻ ചെയ്യാൻ തുടങ്ങാം. പക്ഷേ അതിനു മുമ്പായിക്കൊണ്ട് നമുക്ക് ഈ ഷീൽഡ് ആദ്യം നമ്മുടെ കയ്യിൽ പിടിച്ചാൽ ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഞാൻ നമ്മുടെ ആർമർ ഇൻവിസിബിൾ ആക്കിയിട്ടുണ്ട്, ഈ ആക്ഷൻ സ്റ്റഫിൻ്റെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട്. നമ്മുടെ കയ്യിൽ ഓക്കെ ഇത് പിക്കാക്സൊക്കെ നമ്മുടെ കയ്യിൽ വെക്കാം. സ്റ്റിക്കുണ്ട്, കോളുണ്ട്, പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ വുഡും കുറച്ചുണ്ട്, പിന്നെ അയണും ഉണ്ട്. അപ്പോൾ എല്ലാം എടുത്തുകൊണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും മൈൻ ചെയ്യാൻ പോവാം. ആദ്യം തന്നെ ഇവിടെ തന്നെ കുറച്ച് കോപ്പർ ലെവൽ എത്ര 47 ആണെന്ന് തോന്നുന്നു. അവിടെ കുറച്ച് ഞാൻ ലെവലാക്കിയിട്ടുണ്ട്. നമ്മുടെ കോപ്പറിൻ്റെ മൈനിങ് സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സ്ട്രിപ്പ് മൈനിങ് ആണ്. അപ്പോൾ ആദ്യം ഒരു 5 ബ്ലോക്ക് അകത്തേക്ക് പോയിട്ട് 2 3 4 5 ഇവിടെ ഒരു ടോർച്ച് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ 4 സൈഡിലേക്കും അതേപോലെ തന്നെ 5 എണ്ണം 1 2 3 4 5 അതേപോലെ തന്നെ ഈ സൈഡിലും 1 2 3 4 5. ഇനി മേലേക്കും ഇതേപോലെ തന്നെ ഒരു 5 ബ്ലോക്ക് മേലേക്കും 3 4 5. പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിലേക്കും. അപ്പോൾ ഈ സൈഡിലേക്കും ഇതിങ്ങനെ സൈഡിലേക്ക് 4 കുഴിക്കുമ്പോൾ എവിടെയെങ്കിലും കോപ്പറോ വേറെ എന്തെങ്കിലും ഓറ് കണ്ടാൽ നമുക്ക് അപ്പോൾ മൈൻ ചെയ്തെടുക്കാം. ഇവിടുന്ന് ഇതേരി 1 2 3 4 5. പിന്നെ അതേപോലെ ഈ സൈഡിലേക്കും 1 2 3 4 5. ഇനി നേരെ മേലേക്കും അതുപോലെ തന്നെ ഒരു 5 എണ്ണം കുഴിക്കാം. പിന്നെ ഈ സൈഡിലേക്കും അതേപോലെ തന്നെ 1 2 3 4 5. ഓക്കെ. അവിടെ എന്തോ ആദ്യം തന്നെ കേവിലേക്ക് പെട്ടു എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നേരെ പോയി നോക്കാം. അതുതന്നെ ഇവിടെ ഒരു കേവാണ്. ആദ്യം തന്നെ കേവിലാണല്ലോ പെട്ടത്. നമുക്ക് ബ്രിഡ്ജ് ചെയ്ത് പോകണോ അതോ വേറെ സ്ഥലത്ത് കൂടി പോകണോ നോക്കട്ടെ ഒരു മിനിറ്റ്. ഇവിടെ ആദ്യം നമുക്ക് ടോർച്ച് വെച്ച് നോക്കാം. ഇവിടെ ഒരു ടോർച്ച് ഇവിടെ ഈ സൈഡിലൊന്ന് വെക്കാം. ഓക്കെ, നമുക്ക് ബ്രിഡ്ജ് ചെയ്ത് പോകാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടുത്തെ ഇതായി കോപ്പർ ഓറ് എടുക്കാം. ഇങ്ങനെ മൈൻ ചെയ്ത് പോകുമ്പോൾ കാണുന്ന കോപ്പറും കോളും എല്ലാം നമുക്ക് ഇങ്ങനെ ഓൾറെഡി മൈൻ ചെയ്തെടുക്കുക. ഓക്കെ, ഇതും കിട്ടി. കോള് കിട്ടുമോ? ഇല്ല, അത് താഴെ പോയി. അപ്പോൾ എന്തായാലും സൈഡിലേക്ക് വെച്ച് പോകണോ അതോ ബ്രിഡ്ജ് ചെയ്ത് പോകണോ? നമ്മളെന്തായാലും ബ്ലോക്ക് കയ്യിൽ എടുത്തിട്ടുണ്ട്. നമുക്കെന്തായാലും ബ്രിഡ്ജ് ചെയ്ത് പോവാം. അത്ര വലിയ കേവല്ല ഇത്. കേവ് അടിക്കാണ് വലുത്, മേലല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബ്രിഡ്ജ് ചെയ്ത് ഇങ്ങനെ നേരെ അപ്പുറത്ത് പോവാം. സ്കെലട്ടനൊന്നും ഷൂട്ട് ചെയ്യണില്ല, അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. സോ ഇവിടെ നിന്ന് ബാക്കി അതേപോലെ തന്നെ നമ്മൾ നേർച്ച ചെയ്ത പോലെ തന്നെ 5 ബ്ലോക്ക് ഫ്രണ്ടിക്കും 5 ബ്ലോക്ക് സൈഡിക്കും 5 ബ്ലോക്ക് മേലേക്കും ആക്കിയാണ്ട് സ്ട്രിപ്പ് മൈൻ ചെയ്തുകൊണ്ട് നമുക്ക് എത്ര കോപ്പറും അയണും ഇതൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടും നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക. ഞാൻ എന്തായാലും കുറച്ച് നേരം ഇവിടെ മൈൻ ചെയ്ത് കണ്ട് എന്തായാലും ഞാൻ വരാം.
നമ്മൾ ഏതാണ്ട് 30 മിനിറ്റ് മൈൻ ചെയ്തുകൊണ്ട് കിട്ടിയ റിസോഴ്സൊക്കെ ഓരോന്നൊക്കെ നമ്മുടെ ബാക്കിലുള്ള പെട്ടിയിൽ നമ്മളാക്കിയിട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ 3 പെട്ടിയുണ്ട്. കോപ്പർ, അയൺ, ഗോൾഡ് എന്ന് കണ്ട. ഇതിൽ ഈ കോപ്പറിൻ്റെ പെട്ടിയിൽ നമുക്കിപ്പോൾ കിട്ടിയതെല്ലാം ആക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് അയണിൻ്റെ ലെവലിലുള്ളത് കുഴിക്കാൻ പോവാം. സോ നിങ്ങൾ എന്താക്കുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എത്രത്തോളം കോപ്പർ നമുക്ക് അവിടെ നിന്ന് കിട്ടിയെന്ന്. സോ ഇനി നമുക്ക് നമ്മുടെ പിക്കാക്സൊക്കെ കയ്യിലെടുത്തിട്ട് നേരെ നമുക്ക് അയൺ മൈൻ ചെയ്യാൻ പോവാം. സോ കോപ്പറിൻ്റെ അവിടെ ആക്കിയ പോലെ തന്നെ അയണിൻ്റെ ലെവല് 16 ആണ്, 16. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു 14 കുറച്ച് കുഴിച്ചിരുന്നു, കുറച്ച് അയൺ കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലും 14 തന്നെയാണ് അയണിന് വേണ്ടി സ്ട്രിപ്പ് മൈൻ ചെയ്യുന്നത്. സോ അതെ നമ്മളങ്ങനെ അയണിൻ്റെ ലെവലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ ആദ്യം കുറച്ച് കുഴിച്ചത്. സോ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഞാനിതാ കുറച്ച് സ്ഥലം നന്നാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ കോപ്പർ മൈൻ ചെയ്ത പോലെ തന്നെ മുമ്പിലോട്ട് 5 എണ്ണം മൈൻ ചെയ്ത് കണ്ട് ഒരു ടോർച്ച് ഇത് അവിടെ വെക്കും. ടോർച്ച് വെച്ചിട്ട് ഇതിൻ്റെ 4 സൈഡിലും 5 ബ്ലോക്ക് വെച്ചാൽ മൈൻ ചെയ്യുക. എന്നിട്ട് കാണേണ്ട ഓരോരാൾ കോപ്പറാണെങ്കിലും അയനാണെങ്കിലും കിട്ടണ ഓരോ ഫുള്ളും നമുക്ക് മൈൻ ചെയ്താണ്ട് എടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെയും ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്തായാലും നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. നമ്മൾ ഏതാണ്ട് 30 മിനിറ്റ് ഇവിടെ അയണിൻ്റെ ലെവലിലും മൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും അയണും ബാക്കിയുള്ള ഓറുകളൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബാക്കിലുള്ള അയണിൻ്റെ പെട്ടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിക്കാക്സ് ഫുള്ളും പൊട്ടി. പിന്നെ അതും പുതിയതൊരു 7 5 ആയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഇവിടെ നിന്ന് എത്ര അയണ് കിട്ടിയെന്ന്. നമുക്കൊരു 8 പിക്കാക്സ് ഉണ്ടാക്കാം. 1 2 3 4 5 6 7 എണ്ണം മതി, 8 എണ്ണം വേണ്ട. കാരണം ഒന്നാമത് ഡീപ്പ് സ്ലേറ്റുമാണ് ഇനി അതിനത് ഗോൾഡിൻ്റെ അവിടെ മൈൻ ചെയ്യാനുള്ളത്. അത് പെട്ടെന്ന് പൊട്ടും ചെയ്യില്ല. അപ്പോൾ എന്തായാലും എത്രത്തോളം കിട്ടും നോക്കാം. പിന്നെ ഇത് ഇവിടെ നമ്മുടെ ഗോൾഡിൻ്റെ ലെവൽ എന്നാൽ -16 സോ നമ്മളെന്തായാലും ഇവിടെ നേരത്തെ കോപ്പറും അയണിൻ്റെ ലെവലിലൊക്കെ ചെയ്ത പോലെ കുറച്ച് അവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമ്മളിതാ ഇവിടെയാണ് നമ്മുടെ അയൺ മൈൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അയൺ മൈൻ ചെയ്ത് കുറേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മളെന്തായാലും ഗോൾഡിൻ്റെ ലെവലിലേക്ക് എത്താനായിട്ടുണ്ട്. -16 ഇവിടെ ഗോൾഡ് എത്തിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് ഇനി ഇതേപോലെ തന്നെ നേരത്തെ അയണിൻ്റെയും കോപ്പറിൻ്റെയും അവിടെ സ്ട്രിപ്പ് മൈൻ ചെയ്ത പോലെ തന്നെ ഫ്രണ്ടിലേക്ക് ഒരു 5 ബ്ലോക്ക്, 3 4 5, പിന്നെ ഒരു ടോർച്ച് വെച്ചുകൊണ്ട് അപ്പുറത്തേക്കും ഒരു 5 ബ്ലോക്ക്, ആ സൈഡിലേക്കും 5 ബ്ലോക്ക്, എല്ലായിടത്തേക്കും 5 ബ്ലോക്ക് വെച്ച് മൈൻ ചെയ്ത് കണ്ട് ഇവിടെ നിന്നും എത്രത്തോളം ഓരൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഞാൻ എന്തായാലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ട് വരാം. നമ്മളങ്ങനെ ഗോൾഡിൻ്റെ ലെവലിലും ഏതാണ്ട് 30-ലേറെ മിനിറ്റ് മൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വീഡിയോ കണ്ടാലറിയാം കുറച്ച് ഗോൾഡ് കിട്ടിയിട്ടുള്ളൂ. മാത്രമല്ല ഡീപ്പ് സ്ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടണില്ല. നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയ എല്ലാ പിക്കാക്സും പൊട്ടും ചെയ്തു. ഇതാ 2 എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. സോ നിങ്ങളെന്തായാലും വീഡിയോൻ്റെ താഴെ കമൻ്റ് ആയിക്കൊണ്ട് എത്രത്തോളം നമുക്ക് കോപ്പറും എത്രത്തോളം നമുക്ക് അയണും അതുപോലെ തന്നെ എത്രത്തോളം ഗോൾഡും കിട്ടിയെന്ന് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. സോ കോപ്പർ കാണിക്കുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിലുള്ള ബാക്കി റിസോഴ്സുകളൊക്കെയാണ് ഇതുള്ളത്.
നമ്മുടെ അയണ് 60 കൊണ്ടുപോയതാ, ബാക്കി 15 ബാക്കി ഇപ്പം ഉണ്ട്. സോ എന്തായാലും നമുക്ക് തന്നെ കോപ്പറിൻ്റെ പെട്ടി തുറക്കാം. കോപ്പർ മൈൻ ചെയ്തപ്പോൾ നമുക്കത് ഏതാണ്ട് 3 സ്റ്റാക്കോളം കോപ്പറും 32 ലാപ്പിസും അതുപോലെ 6 അയണിങ്കറ്റും 39 കോളും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അയണിൻ്റെ ലെവലിൽ മൈൻ ചെയ്തപ്പോൾ 1.5 സ്റ്റാക്കോളം അയണും പിന്നെ 53 കോപ്പറും 48 ലാപ്പിസും 9 റെഡ് സ്റ്റോണും 34 കോളും കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമ്മുടെ ഗോൾഡിൻ്റെ അവിടെ നിന്ന് 17 ഗോൾഡ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ, വെറും 17 ഗോൾഡ്. സോ ഞാൻ എന്തായാലും കുറേ മൈൻ ചെയ്തിരുന്നു. ഇനി നമ്മൾ മൈൻ ചെയ്ത സ്ഥലത്തിൻ്റെ വൈപ്പാണോന്നും അറിയില്ല, ഗോൾഡ് അതിനകത്രം കിട്ടിയിട്ടില്ലേനു. സോ എന്തായാലും ബാക്കി റിസോഴ്സ് എന്താക്കിയെന്ന് കാണിച്ചു തരാം. പിന്നെ കിട്ടിയതാണ് 17 ഗോൾഡ് അല്ലാതെ 53 അയണും 12 ഡയമണ്ടും 25 റെഡ് സ്റ്റോണും കിട്ടിയിട്ടുണ്ട്. സോ നമുക്കെന്തായാലും 12 ഡയമണ്ട് കിട്ടിയതുകൊണ്ട് ഗോൾഡ് കുറച്ച് കിട്ടിയതിൽ വലിയ വിഷമമില്ല. സോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഈ ഇതുണ്ടല്ലോ അയണ് 53 അയണ്, അത് ശരിക്കും ഒരു അയൺ വെയിനെ കണ്ടുപിടിച്ചിരുന്നു. അവിടെ നിന്നാണ് കുറച്ച് മൈൻ ചെയ്ത് കണ്ട് 53 ആക്കിയത്. ഫുള്ള് ഞാൻ മൈൻ ചെയ്തിട്ടില്ല. പിന്നെ മൈൻ ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ കിട്ടണ ബ്ലോക്സ് ഫുള്ള് ഇവിടെ ആക്കിയിട്ടുണ്ട്. ഇവിടെ കുറേ കോബിൾ സ്റ്റോണും പിന്നെ ഡീപ്പ് സ്ലൈറ്റും ഗ്രാനൈറ്റും അങ്ങനെ കുറേ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗോൾഡ് മൈൻ ചെയ്തപ്പോൾ ഇത് എന്തായി, ഒരു അമെത്തിസ്റ്റ് കേവ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ എന്തായാലും നമുക്കിനി ആ കേവിൽ പോയിക്കാണ്ട് അവിടെ നിന്ന് അമെത്തിസ്റ്റിൻ്റെ ക്രിസ്റ്റലൊക്കെ നമുക്ക് എന്തായാലും മൈൻ ചെയ്തെടുക്കാം. സോ ഇതുള്ളൂ ഇന്നത്തെ വീഡിയോ, ഇത്രേ ഉള്ളൂ. സോ നമ്മളങ്ങനെ ഒരു 30 മിനിറ്റ് മൈൻ ചെയ്യുമ്പോൾ എത്രത്തോളം റിസോഴ്സ് കിട്ടുമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാൻ പറ്റി. അതിൽ ഗോൾഡ് മാത്രമേ കുറച്ച് കിട്ടിയിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല എഫിഷ്യൻസി പിക്കാക്സും അല്ല ഫോർച്യൂൺ പിക്കാക്സും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻകാട്ടും പെട്ടെന്ന് മൈൻ ചെയ്യാനും ഇതിൻകാട്ടി റിസോഴ്സ് കിട്ടാനും സാധ്യത ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായമൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. സോ അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെ വരാം. ഓക്കെ, ബൈ.